ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചില്ല. നമ്മൾ ഈ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്ക് കാണാം വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ കായകൾ പിടിക്കുന്നതല്ലാതെ ചെടിയിൽ കാ പിടിക്കുന്നേ ഇല്ല. നമ്മൾ കായ എടുത്ത് മാറിയ പോലെ കൊത്തിൽ ഡ്രോപ്പിംഗ് ആണ്. അപ്പം നല്ല രീതിയിൽ വെയിലടിച്ച് നിന്ന് ക്ഷീണം തട്ടിയ ചെടികളിലേക്കാണ് കൂടുതലും കാണുന്നത്. നല്ലപോലെ നനച്ച് നിന്ന ചെടികൾക്കൊന്നും ഇത്രയും പ്രശ്നമില്ല. പിന്നെ ഓവർ നന കൊടുത്ത ചെടികൾക്കും പ്രശ്നം കണ്ടുവരുന്നുണ്ട്. ഒരു സെറ്റ് കാ പിടിച്ചു, ഇപ്പം കാ പിടിക്കുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാരണം കൊണ്ടല്ല, പല കാരണം കൊണ്ടാണ് ചെടികൾ ഇങ്ങനെ മഞ്ഞപ്പിഞ്ച് കണ്ടുവരുന്നത്. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ചെടിയുടെ ഒരു അവസ്ഥ കണ്ട് നമ്മൾ ജസ്റ്റ് ഈ ചെടിയുടെ ചുവട്ടിലൊന്ന് മണ്ണ് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ ഈ ചെടിക്ക് വേരെന്ന് പറയുന്ന സംഭവമില്ല. അത് നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ മാന്തി നോക്കിയിട്ട് ചുറ്റുപാടും മാന്തി നോക്കിയിട്ടും വേര് വളരെ കുറവാണ്. എന്നാൽ പുതുവേരടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെടി ഇപ്പം നിലവിൽ. അപ്പം ഒന്നും രണ്ടും വേരുകളുണ്ട്, പൊറ്റ വേരുകളുള്ള വേരുകളുണ്ട്. അതല്ലാതെ പുതുവേരുകൾ പുതുതായിട്ട് നല്ല രീതിയിൽ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റിയ തരത്തിലുള്ള വേരുകൾ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ചെടി നമുക്ക് ഈ മഴയൊക്കെ പെയ്ത് അതിൻ്റെ ഒരു തണുപ്പിൽ എല്ലാ ദിവസവും ഫ്ലവർ ചെയ്യുന്നുണ്ട്. ആ ഫ്ലവറിങ് കൊണ്ട് ഒരു കാര്യമില്ല, ചെടി ഡ്രോപ്പ് ആയി പോകണം. നമ്മൾ ഫംഗി ചെടികളൊക്കെ കൊടുത്തു നിർത്തിയ തോട്ടമാണ്. അതുപോലെ മണ്ണിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മണ്ണിന് ഇളക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേര് നശിച്ചു. വേനലിൻ്റെ ഒരു കാഠിന്യത്തിൽ കുറച്ച് വേര് കരിഞ്ഞു പോയി. പെട്ടെന്നുള്ളൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മഴ നിൽക്കാതെ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേരുണ്ടായിരുന്ന ബാക്കിയുള്ള വേരുകൾ ചീഞ്ഞും പോയി. അതാണ് അവസ്ഥ. അപ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ ഇതുപോലെ വെയിൽ കൊണ്ട് നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്ത തോട്ടങ്ങളിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ pH നല്ല രീതിയിൽ മാറിയിട്ട് വേര് കംപ്ലൈൻറ്റുകൾ ഭയങ്കരമായിട്ട് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു പ്രതിസന്ധിയുള്ള ചെടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ pH ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് CMS കോംബോയോ അല്ലെങ്കിൽ പോളിസൾഫേറ്റ് പോളിഹാലൈറ്റ് പോലുള്ള വസ്തുക്കളോ ഡോളോമേറ്റോ കുമ്മായോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ pH ഒന്ന് കറക്റ്റ് ചെയ്യാം. pH കറക്റ്റ് ചെയ്തതിന് ശേഷം പുതിയ വേര് ഡെവലപ്പ് ആകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ബയോസായിട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൈക്യോസ്യൂഡോ വാമ് ഫാസിലോമൈസിസ് പോലുള്ള പ്രൊഡക്റ്റുകൾ കൂട്ടി ട്രിഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അല്പം സീവീഡോ ഹ്യൂമിക്കോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഈ ഒരു സമയത്ത് ഹ്യൂമിക്ക് അത്ര സ്യൂട്ടബിൾ അല്ലായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള സീവീഡ് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വേരുണ്ടായി വരും. അപ്പോൾ വേരുണ്ടായി വന്നാലും നമ്മളെ നേരിടുന്നൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മണ്ണിൽ ഈ പുതുമഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വിരിഞ്ഞു വന്ന നെമറ്റോഡിൻ്റെയും മീലിബഗിൻ്റെയും എല്ലാം ഒരു ആക്രമണം പുതുവേരിനും ഉണ്ടാകും. അപ്പം അതൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കും. നമുക്ക് വേരുണ്ടായി വന്നാൽ മാത്രം പോരാ, ആ വേരിനെ ഈ നെമറ്റോഡ്, വേരുപുഴു, മീലിബഗ് പോലുള്ള സാധനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചും കൂടെ എടുക്കണം. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്യണം. നമ്മൾ ഈ ചെടിയുടെ വേര് തോണ്ടിയ ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയും. അതിൽ വേര് ഒന്നാമത് വളരെ കുറവാണ്. അതുകൂടാതെ ഉള്ള വേരുകളിൽ നല്ല രീതിയിൽ നെമറ്റോഡുണ്ട്. വളരെ കുറച്ച് വേരുകളേ ഉള്ളൂ. അപ്പം ഇതിൽ സംഭവിച്ചു പോയിരിക്കുന്നത് വേര് വളരെ കുറവാണ് ചെടിക്ക്. മണ്ണിൽ എന്നാൽ നെമറ്റോഡ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുമുണ്ട്. അപ്പം ഈ പുതുമഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ നെമറ്റോഡ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഉണ്ടാകുന്ന വേരുകളിലോട്ട് പെട്ടെന്ന് നെമറ്റോഡിൻ്റെ ആക്രമണം. ഈ വേരിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീലിബഗിനെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഉള്ള വേരിന് നെമറ്റോഡും നല്ലപോലെ ഉണ്ട്. അപ്പം ചെടിയുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കണം. കുറച്ച് വേരുകളേ ഉള്ളൂ. ആ വേരിൽ നെമറ്റോഡും മീലിബഗും ഇപ്പം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ചെടിക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ കഴിയാതെ വരും. അപ്പം ന്യൂട്രിയൻസിൻ്റെ ഒരു കുറവ് എപ്പോഴും ചെടിക്കുണ്ടാകും. നമ്മൾ എന്തോരം വളങ്ങൾ ചുവട്ടിലിട്ട് കൊടുത്താലും അല്ലെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ചെടിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പം ചെടി ഈ തണുപ്പ് കിട്ടിയ ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി വന്നപ്പോൾ ചെടിയിൽ പൂക്കളുണ്ടാകും. അപ്പം പൂക്കളുണ്ടായി പൂ വിരിയും, അതേപോലെ അത് ഡ്രോപ്പായി പോകും. അങ്ങനെ ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അത് ഈ വേരിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ pH എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ളതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കാം. വേരുണ്ടാകാനുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ളതിനൊരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടിയുടെ റൂട്ട് ക്ലിയർ ആക്കുമ്പോൾ തന്നെ ചെടിയിൽ ഒന്നും രണ്ടും കായ്കൾ പിടിച്ചു തുടങ്ങും. അതുകൊണ്ട് മാത്രം നമുക്ക് തീർന്നില്ല, അതിനൊരു സപ്പോർട്ടായിട്ട് നമുക്കൊരു ഫോളിയർ സ്പ്രേ പോകണം. അപ്പം നമുക്ക് പെട്ടെന്ന് ചെടിക്കൊരു ന്യൂട്രിയൻസ് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ MAP SOP ഉള്ള കോമ്പിനേഷൻ കൊടുക്കാം. സിങ്കും ബോറോണൊക്കെ കൂട്ടി മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൂട്ടി അങ്ങനെ വേണേൽ കൊടുക്കാം. അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മഴ കൂടുതലാണെങ്കിൽ അത് മാറ്റി MKP SOP നമുക്ക് ഫോളിയർ പോകാം. അങ്ങനെയുള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്യുക. എന്ത് ഫോളിയർ പോയാലും അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെടിക്ക് മണ്ണിൽ നിന്നും എടുക്കാൻ കഴിയുന്നില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇത് കൂടാതെ വേറെ രീതിയിലുള്ളൊരു മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ടുണ്ടാകും. കായൊക്കെ അത്യാവശ്യം പിടിച്ച് ചെറിയ കായ്കളൊക്കെ ആയതിനു ശേഷം മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നൊരു സാഹചര്യം.
ആ സാഹചര്യത്തെ നമ്മൾ നേരിടാനായിട്ട് അത് ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് മണ്ണിൽ ന്യൂട്രിയൻസ് കൊടുക്കുക, അതേപോലെ തന്നെ ചെടിയിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചെടിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട്. ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളിൽ ചെടിക്ക് പെട്ടെന്ന് ചിലപ്പം ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അപ്പോൾ ചെടി പെട്ടെന്ന് റിക്കവർ ആവും. പിന്നെ നമ്മൾ തേടി വരുന്ന വേറൊരു പ്രശ്നമാണ്, ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, ഇതെല്ലാം പീച്ചെല്ലാം ഒന്ന് മാറി നല്ലപോലെ നനച്ച് നിന്ന തോട്ടങ്ങൾ. ഇപ്പോൾ ഈ നിലവിൽ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ അത്യാവശ്യം നനച്ച് നിന്ന തോട്ടങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു സെറ്റ് കാപ്പ് എടുക്കാനുള്ളതുണ്ട്. ആ കായ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്പായിട്ട് പിന്നെ കുറച്ച് കാപ്പ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലാതെ ഒന്നും രണ്ടും മുനിപ്പിഞ്ചും കണ്ടുവരുന്നുണ്ട്, അറ്റത്ത് ഏറ്റവും ചെറിയ അങ്ങനെ ഒരു സാഹചര്യമാണ് ചെടിയിൽ കണ്ടുവരുന്നത്. അപ്പം നമുക്കതിനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ പ്രശ്നം നെമറ്റോഡ് വേര് കൂടുന്നല്ല, വേര് ചീച്ചിൽ പോലുള്ള രോഗങ്ങൾ ഈ ചെടിയെ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ പിടിച്ച കായ ഒഴിച്ച് പുതിയ കായകൾ കുറേ പൊഴിഞ്ഞു പോയി, ഒന്നും രണ്ടും കായകൾ വീണ്ടും സെറ്റായി. അതായത് ചില സ്ഥലങ്ങളിൽ കാ നല്ലപോലെ സെറ്റാകും, ചില സ്ഥലങ്ങളിൽ കാ സെറ്റാകില്ല, ചില കൊത്തുകളിൽ കാ പിടിക്കും, ചില കൊത്തുകളിൽ കായില്ലാത്ത ഇങ്ങനെ ഒരു അവസ്ഥ. ഈ ചില ചെടികളിൽ കാ പിടിക്കും, ചില ചെടികളിൽ ഒട്ടും കായില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ആ ഒരു ഫീൽഡിലെ pHൻ്റെ വേരിയേഷനൊക്കെ കൊണ്ട് വേരിന് ചീച്ചിലുണ്ടാകുക, അല്ലെങ്കിൽ വേര് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോഴാണത്. അതിന് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ വേര് ചീച്ചിലിന് COC എക്സാ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എന്നുള്ള കോമ്പിനേഷൻ കൊടുക്കുക. അഴുകലിനും വേര് ചീച്ചിലിനും എല്ലാം കൂടെ കൂട്ടി കോംബോ ആയിട്ട് ഫിസേറിയം പോലുള്ള മണ്ണിലുള്ള രോഗങ്ങളെ അത് കൺട്രോൾ ചെയ്യും. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ടാറ്റയുടെ താക്കത്തെന്ന് പറയുന്ന പ്രോഡക്റ്റ്, ഹെക്സാകോണസോൾ പ്ലസ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന കെമിക്കൽ ഒരു 300 to 400 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിക്ക് നല്ലപോലെ ഒഴിച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫിസേറിയം, പിത്തിയം, ക്ലംറൂട്ട്, അതുപോലെ വേര് കരിച്ചിൽ പോലുള്ള രോഗങ്ങൾ നല്ലപോലെ കൺട്രോൾ ആവുകയും ചെടിയിൽ നല്ല രീതിയിൽ വേരുണ്ടാകുന്നതും കണ്ടുവരുന്നുണ്ട്. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഇതേപോലെ തന്നെ നമുക്ക് അഴുകലോ തട്ടമരത്തിലൊക്കെ കാണുന്ന ഫീൽഡുകളിൽ സിനബ് പ്ലസ് ഹെക്സാകോണസോളിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെബു പ്ലസ് ഹെക്സാകോണസോളിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. അത് സിനബ് പ്ലസ് ഹെക്സാകോണസോൾ ആണെങ്കിൽ നമുക്ക് 200 ഗ്രാം സിനബ് പ്ലസ് ഹെക്സാകോണസോളും അതിൻ്റെ കൂടെ പ്ലസ് 200 ഗ്രാം COCയും കൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതേപോലെ നമുക്ക് വേരുണ്ടാക്കി കിട്ടും. ഇപ്പം നമ്മൾ നിലവിൽ COC എക്സ്ട്രാ ട്രെഞ്ചിങ് കൊടുത്ത പ്ലോട്ടിലുള്ള വേരാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ടെബുക്കോണസോൾ പ്ലസ് സിനബിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നെങ്കിൽ 100 ഗ്രാം ടെബുക്കോണസോൾ പ്ലസ് സിനബിൻ്റെ കോമ്പിനേഷനും അതിന് 200 ഗ്രാം COCയും കൂടെ കൂട്ടി നമുക്ക് ട്രിഞ്ചിങ് പോകാം. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ വേരുകൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചെടി നമുക്ക് ഉദ്ദേശിച്ച പോലെ കാപിടുത്തത്തിലോട്ടാവുള്ളൂ. ഈ വേരിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാത്ത പക്ഷം വീണ്ടും നമ്മുടെ തോട്ടത്തിൽ ഫിസേറിയം, പിത്തിയം, അതേപോലെ അഴുകൽ, ക്ലംറൂട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ വേരുകൾ അതിൻ്റെ പ്രശ്നങ്ങൾ നല്ലപോലെ ട്രീറ്റ് ചെയ്ത് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസും മണ്ണിലും ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ റിക്കവറായിട്ട് നല്ലപോലെ കാ പിടിച്ച് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതുവേര് വരുന്നതിനനുസരിച്ച് ആ ചെടിയെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒന്നും രണ്ടും കാകൾ പിടിക്കുന്നത്. അപ്പം ഈ ഫൈബർ റൂട്ട്സിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചെടിയിൽ കാപിടുത്തം കുറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ചെടിയെ നിരീക്ഷിക്കുക. കാപിടുത്തം തീരെ കുറവുള്ള ചെടികളിൽ കൃഷിക്കാർ അവരവരുടെ ചെടികളുടെ ചുവട്ടിലൊന്ന് മുള്ളിട്ട് ഇളക്കി അതിൻ്റെ വേരിൻ്റെ അവസ്ഥ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ചെടിയുടെ അവസ്ഥ എന്താണെന്ന്. പിന്നെ നമ്മൾ ഇത്രയും വേരിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫോളിയാർ കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഫോളിയാർ കൊടുക്കുമ്പം നല്ല ക്വാളിറ്റി സീവീഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ക്വാളിറ്റി അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിക്കാനും അതേപോലെ നമ്മുടെ സൈലം ഫ്ലോകളുടെ വേഗത ഒന്ന് കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കായ് പിടിച്ച് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കായ് പിടിച്ച് കിട്ടണമെങ്കിൽ വേര് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് നല്ല രീതിയിലുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാപിടുത്തം കായ് സെറ്റാകുന്നതൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിക്കാർ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ തോട്ടത്തിൽ, നമ്മുടെ അടുത്തുള്ള തോട്ടങ്ങളെല്ലാം നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇതുകൂടാതെ പറയാൻ നമ്മൾ വിട്ടുപോയ 1-2 കാര്യങ്ങളാണ്. നമ്മൾ ചെടിയിൽ നല്ല രീതിയിൽ ഒരു കാൽസ്യം ഫോളിയറായിട്ട് കൊടുക്കുക. അത് CN ആയിട്ട് കൊടുക്കുക. അതായത് കാൽസ്യം തന്നെ വരുന്ന രീതിയിൽ ഒന്നെങ്കിൽ ലിക്വിഡ് കാൽസ്യമോ അല്ലെങ്കിൽ ചിലേറ്റഡ് കാൽസ്യമോട്ട് സ്പ്രേ കൊടുക്കുക. ഇതുകൂടാതെ ഒരു ചിലേറ്റഡ് കോപ്പറും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇത് രണ്ടും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ചെടിക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുകയും പുതിയ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സും പുതിയ സെല്ലിൻ്റെ വാളുകളിലേക്ക് ഡെവലപ്മെൻറ്റ്സൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഇമ്മ്യൂണിറ്റിയും ചെടിക്ക് ഒരു സ്ട്രെങ്തും ഒക്കെ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതുവേരുകൾ നല്ല രീതിയിൽ ഉണ്ടായി വരുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു ഐഡിയ ആണ് ഈ സമയങ്ങളിൽ ചെയ്യാൻ. അതുപോലെ തന്നെ എല്ലാ കൃഷിക്കാരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമുക്ക് ഏലത്തോട്ടത്തിൽ നല്ലൊരു ആദായം കിട്ടണമെങ്കിൽ
നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റിനേക്കാളും മുൻഗണന കൊടുക്കേണ്ട ഏലത്തിൻ്റെ വേര് സംരക്ഷണത്തിലാണ്. നമുക്ക് ഏത് രീതിയിൽ എത്രത്തോളം വേര് സംരക്ഷിച്ച് നിർത്തുന്നോ അത്രത്തോളം ചെടി നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ എല്ലാ കർഷകരും നല്ല രീതിയിൽ വേരൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ള ആദായം എടുക്കാനായിട്ട് ഈ വർഷം എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.